850 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യ പൂർവികർ കുഞ്ഞുങ്ങളെ ഭക്ഷിച്ചിരുന്നതായി ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു. നോർത്തേൺ സ്പെയിനിലെ അറ്റപ്യൂർക്കയിലെ അറ്റപ്യൂർക്ക ഗ്രാൻഡ് ഡോളിന ഗുഹയിൽ നിന്നും ലഭിച്ച 2 വയസ്സിനും 5 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടിയുടെ കഴുത്ത് അസ്ഥിയിലെ മുറിവടയാളങ്ങളാണ് മാർക്സ് പുരാവസ്തു ഗവേഷകരെ ഈ നിഗമനത്തിലേക്ക് നയിച്ചത്. അതായത് കുട്ടിയുടെ സെർവിക്കൽ കശേരുക്കളിലെ മുറിവുകൾ മനുഷ്യ പൂർവികർ നരഭോജികളായിരുന്നു എന്നതിന് തെളിവാണ്. ഗ്രാൻഡ് ഡോളിന പര്യവേഷണത്തിന് നേതൃത്വം വഹിച്ച പൽമീര സലാഡി ഒരു പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: കുട്ടിയുടെ പ്രായം മാത്രമല്ല, മുറിവുകളുടെ കൃത്യതയും കാരണം ഈ കേസ് ഏറെ ശ്രദ്ധേയമാണ്. മറ്റേതൊരു ഇരയും പോലെ കുട്ടിയെയും പ്രോസസ് ചെയ്തിരുന്നു, പ്രോസസ്ഡ് എന്നതിന്റെ നേരിട്ടുള്ള തെളിവാണിത്. കുഞ്ഞിനെ കഴുത്ത് അറുത്ത് കൊന്നതിലേക്കാണ് തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. ഹോമോ സാപ്പിയൻസിന്റെയും നിയാൻഡർതാലിന്റെയും പൊതുപൂർവികനായ ഹോമോ ആന്റിസെസർ പല്ലുകളോടും അസ്ഥികളോടും ചേർന്നാണ് കശേരുക്കൾ കണ്ടെത്തിയത്. ഈ ഗുഹയിൽ നിന്നും ലഭിച്ച ഏകദേശം 1/3 ഭാഗം അസ്ഥികളിലെ മുറിവടയാളങ്ങൾ നിർദ്ദേശിക്കുന്നത് പുരാതന മനുഷ്യർ നരഭോജികൾ ആയിരുന്നു എന്നാണ്. ഒരു കുട്ടിയെ ഭക്ഷിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തുന്നത് അസാധാരണമാണെന്നും അവരുടെ സിദ്ധാന്തം സത്യമാണെങ്കിൽ ഇന്നുവരെയുള്ള ഈ രീതിയുടെ ആദ്യകാല തെളിവാണ് ഈ കണ്ടെത്തൽ എന്ന് ഗവേഷകർ പറയുന്നു. ഹോമോ ആന്റിസെസർ ജീവിച്ചിരുന്നത് 1.2 മില്യനും 800,000 വർഷങ്ങൾക്കും മുമ്പാണ്. ആധുനിക മനുഷ്യരുടെ ശരാശരിയേക്കാൾ കൂടുതൽ ഭാരം കൂടിയവരും ഉയരം കുറഞ്ഞവരുമായിരുന്നു. ഇവരുടെ തലച്ചോറിന്റെ വലിപ്പം ഏകദേശം 1000നും 1150 നും ഇടയിലായിരുന്നു. ഇത് ഇന്നത്തെ ആളുകളുടെ ശരാശരി 1350 തലച്ചോറിനേക്കാൾ ചെറുതാണ്. ഈ സ്പീഷീസ് വലംകൈയ്യൻ ആയിരുന്നു. മറ്റ് ആൾക്കുരങ്ങുകളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമാണിത്. ഇവർ പ്രതീകാത്മകമായ ഭാഷ ഹൈതവടവഭ ധനശവണശഭ ഉപയോഗിച്ചിരുന്നതായി പുരാവസ്തു ഗവേഷകർ പറയുന്നു. മനുഷ്യർ ഭക്ഷിച്ച മൃഗങ്ങളുടെ അസ്ഥികളിൽ കാണപ്പെടുന്നതിന് തുല്യമായി ഈ സ്ഥലത്തു നിന്നും കണ്ടെടുത്ത മറ്റു മുതിർന്ന അസ്ഥികളിൽ ഭഗവതയ ഭവഹന്ത മാംസം വാർന്നെടുത്ത അടയാളങ്ങളും മനഃപൂർവ്വം ഒടിവുകൾ സംഭവിച്ചതിന്റെയും തെളിവുകൾ കാണാം. ഡോ. സലാഡി പറയുന്നത് അസ്ഥികളിലെ മുറിവ് അടയാളങ്ങൾ ഒറ്റപ്പെട്ടതായി കാണപ്പെടുന്നില്ല. അസ്ഥികളിൽ മനുഷ്യരുടെ കടിയേറ്റതിന്റെ പാടുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത് സ്ഥലത്തു നിന്നും കണ്ടെടുത്ത ശരീരങ്ങൾ തീർച്ചയായും ഉപയോഗിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വിശ്വസനീയമായ തെളിവാണ്. പുതിയ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നത് ആദ്യകാല മനുഷ്യർ തങ്ങളുടെ സമപ്രായക്കാരെ ഭക്ഷ്യ ഉറവിടമായി ചൂഷണം ചെയ്തിരുന്നു എന്നാണ്. അത് പ്രാദേശിക നിയന്ത്രണത്തിനുള്ള അയബ്മവയബമോധ ഭയലതത മാർഗവും ആകാം. കെനിയയിൽ നിന്നും 1.45 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യകാല മനുഷ്യ പൂർവികർ നരമാംസം ഭക്ഷിച്ചതിന്റെ ആദ്യകാല തെളിവുകൾ കണ്ടെത്തിയിരുന്നു. ചില പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഔപചാരിക ശവസംസ്കാരത്തിനു മുമ്പ് മനുഷ്യർ ശവസംസ്കാരത്തിന്റെ ഭാഗമായി മരിച്ചവരെ ഭക്ഷിച്ചിരുന്നു. ആ പെരുമാറ്റത്തിന്റെ തുടർച്ചയാണ് തങ്ങൾ ഇപ്പോൾ രേഖപ്പെടുത്തുന്നതെന്ന് ഡോ. സലാഡി പറയുന്നു. ലൈവ് സയൻസ്, ദ ടെലഗ്രാഫ്, ഡെയിലി മെയിൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.